നമ്മുടെ ചാനലിലെ 318ാമത്തെ എപ്പിസോഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മംഗലാപുരം, കർണാടകയിലെ മംഗലാപുരത്തുള്ള പ്രധാനപ്പെട്ട 8 മക്ബറകളെ കുറിച്ചാണ്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك. കർണാടകയിലെ വളരെ പ്രധാനപ്പെട്ട നഗരമാണ് മംഗലാപുരം. മംഗലാപുരം ടൗണിലും പരിസരത്തുമായി വളരെ പ്രധാനപ്പെട്ട 8 മക്ബറകളെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളോട് നമ്മൾ പങ്കുവെക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഉള്ളാൾ ദർഗ ഷെരീഫാണ്. കർണാടകയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ദർഗകളിൽ ഒന്നാണ് ഉള്ളാൾ. മംഗലാപുരത്ത് നിന്ന് 10 കിലോമീറ്ററാണ് അവിടേക്കുള്ള ദൂരം. മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്നും അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ഉള്ളാളത്തേക്കുള്ള ബസ്സുകൾ നമുക്ക് കിട്ടും. അവിടേക്ക് പോകുന്ന ബസ്സിൻ്റെ നമ്പർ 44 രണ്ടാമത്തെ സിയാറത്ത് കേന്ദ്രമാണ് ഉള്ളാൾ ദർഗയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഉള്ളാൾ കടപ്പുറത്ത് ബീച്ച് സൈഡിലുള്ള ബീച്ച് ദർഗ. നടന്നും ഓട്ടോറിക്ഷയ്ക്കും നമുക്കിവിടേക്ക് എത്തിച്ചേരാം. മൂന്നാമത്തേത് താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ഖുറത്തു സാദാത്ത് സയ്യിദ് ഖുറ തങ്ങളുടെ മക്കാമാണ്. ഖുറയിലാണുള്ളത്. മാംഗ്ലൂരിൽ നിന്ന് 69 കിലോമീറ്റർ ദൂരമുണ്ട്. 69 കിലോമീറ്റർ ഉണ്ടെങ്കിലും ട്രെയിനുള്ളതിനാൽ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. മാംഗ്ലൂർ സെൻട്രലിൽ നിന്നും പുറപ്പെടുന്ന ലോക്കൽ ട്രെയിനിന് 25 രൂപ കൊടുത്താൽ 1 മണിക്കൂർ 40 മിനിറ്റ് യാത്ര ചെയ്താൽ കാണിയൂർ ഹാൾട്ട് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്താൻ പറ്റും. അവിടെ നിന്ന് ഷെയർ ടാക്സിക്ക് 10 രൂപ കൊടുത്താൽ മക്കാമിൻ്റെ മുമ്പിൽ നമുക്ക് ചെന്നിറങ്ങാൻ കഴിയും. നാലാമത്തെ സിയാറത്ത് കേന്ദ്രമാണ് ആഡ്യാർ കണ്ണൂർ ദർഗ. മംഗലാപുരത്ത് നിന്നും വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം. ബസ് ചാർജ് 14 രൂപയാണ്. മംഗലാപുരം ബാംഗ്ലൂർ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ധാരാളം ബസ്സുകൾ ലഭ്യമാണ്. അഞ്ചാമത്തെ മക്ബറ, ഈ മക്ബറയുടെ തൊട്ട് പിറകിലൂടെ ഒഴുകുന്ന നേത്രാവതി നദിക്ക് നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കൊച്ചു ദ്വീപിലുള്ള നടുപ്പള്ളി ദർഗ എന്ന് പറയുന്ന ദർഗയാണ്. ആറാമത്തെ മക്ബറ മംഗലാപുരം ടൗണിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ബന്ദർ മക്കാമാണ്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു നിർമ്മിച്ച് ടിപ്പു സുൽത്താൻ പുനർനിർമ്മാണം നടത്തിയ സീനത്ത് ബഖ്ഷ് ജുമാ മസ്ജിദിന് ചാരയാണിത്. ജലാൽ മസ്താൻ റളിയല്ലാഹു അൻഹുവാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കൂടാതെ ഖാസിം വലിയുല്ലാഹി കവരത്തി അവരുടെ പേരമക്കളിൽപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൗല റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ അടക്കം നിരവധി മക്ബറകൾ ഈ അങ്കണത്തിലുണ്ട്. മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്ററും മംഗലാപുരം സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് 750 മീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. ഏഴാമത്തെ മക്ബറയാണ് കണ്ടത്തുപള്ളി മക്കാം. ബന്ദർ മക്കാമിൽ നിന്ന് 650 മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഈ മക്കാമിൽ എത്തിച്ചേരാം. കവരത്തി ദ്വീപിൽ നിന്ന് വന്ന സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരി തങ്ങളടക്കം നിരവധി മഹാന്മാർ ഈ പള്ളിക്ക് ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. എട്ടാമത്തെ മക്ബറയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ എത്തുന്ന സൈദാനി ബീവി ഉമ്മ റളിയല്ലാഹു അൻഹുവിൻ്റെ മാംഗ്ലൂർ AB ഷെട്ടി സർക്കിളിന് സമീപം പോലീസ് കമ്മീഷണർ ഓഫീസിനോട് ചേർന്നാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഇവകളാണ് മംഗലാപുരത്തെ പ്രധാനപ്പെട്ട 8 മക്ബറകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവകളുടെയൊക്കെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളൊക്കെ അത് വിശദമായിട്ട് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇനി മംഗലാപുരം ഭാഗത്ത് നിങ്ങൾക്കറിയുന്ന മറ്റ് മക്കാമുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അത് ഉപകാരമാവും.